അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. 10 കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത്. ജനവാസ മേഖലയ്ക്കടുത്താണ് കണ്ടെയ്നർ അടിഞ്ഞത്. സമീപത്തെ വീടുകളിൽ ഉള്ളവരോട് ബന്ധു വീടുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചെയ്യുന്നുണ്ട്. വിസ്മയ, പ്രദേശവാസികൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. ആതിര, ഏകദേശം 10 കണ്ടെയ്നറുകളാണ് ഈ കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തീരത്തടിഞ്ഞത്. അതിൽ തന്നെ ഈ കരുനാഗപ്പള്ളിയിലെ ചെറിയഴീക്കൽ, ചവറ, ശക്തികുളങ്ങര എന്നീ ഭാഗത്താണ് ഈ ഒരു കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത്. ചെറിയഴീക്കലിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. അതിൽ ഇന്നലെ രാത്രി തന്നെ ഈ ഒരു കോസ്റ്റ് ഗാർഡ് അവിടെയുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും അവരോട് ബന്ധുവീടുകളിലേക്ക് മാറാൻ പറയുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ കണ്ടെയ്നറുകൾ പരിശോധിക്കുന്നതും അതിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ആളുകളോട് കുഴപ്പമില്ല എന്ന് പറയുകയായിരുന്നു. എന്തായാലും ഈ ചവറ, ശക്തികുളങ്ങര ഭാഗത്ത് തന്നെ ഈ തീരത്തടിഞ്ഞ പല കണ്ടെയ്നറുകളും കാലിയാണ്. അതിൽ തന്നെ ഈ മറ്റ് കണ്ടെയ്നറുകൾ, അതായത് 10 എണ്ണത്തിൽ കുറച്ച് കണ്ടെയ്നറുകൾ പരിശോധിക്കാൻ ഇരിക്കേണ്ടതുണ്ട്. പക്ഷെ കുറച്ചെണ്ണം കാലിയായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്തായാലും കോസ്റ്റ് ഗാർഡ് നിലവിൽ അവിടെയുള്ള ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് അവിടെ താമസിക്കുന്ന ഈ ജനവാസ മേഖലയിലാണ് ഇത് അടിഞ്ഞത് കൊണ്ട് തന്നെ, ഇതിൽ അപകട സാധ്യത കൂടുതലായത് കൊണ്ട് തന്നെ ഇവരോട് അവരുടെ ബന്ധു വീട്ടിലേക്കും അല്ലെ മറ്റു വീടുകളിലേക്ക് മാറാൻ എന്തായാലും കോസ്റ്റ് ഗാർഡ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും എന്താണ് ഈ കാലി കണ്ടെയ്നറുകൾ എന്നതിൽ ജനങ്ങൾക്കൊരു സംശയമുണ്ടാകും. അതിൽ നമുക്ക് പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ നൽകിയ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മുഴുവനായി 643 കണ്ടെയ്നറുകളായിരുന്നു ആ ഒരു ഷിപ്പിൽ ഉണ്ടായിരുന്നത്. ആ ഒരു 643 കണ്ടെയ്നറുകളിൽ 73 എണ്ണം കാലിയായിട്ടുള്ള ഒരു കണ്ടെയ്നറുകളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ 13 എണ്ണം അപകട വിഭാഗത്തിലുള്ളതല്ല. പിന്നെയുള്ളത് 12 എണ്ണം. ഈ 12 എണ്ണമാണ് 12 എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് അതീവ അപകടകരമായ ഒരു വസ്തു ആയതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾക്ക് ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം കോസ്റ്റ് ഗാർഡ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു കണ്ടെയ്നർ തീരത്തടിയുകയാണെങ്കിൽ 200 മീറ്റർ എങ്കിലും അകലം പാലിക്കണമെന്നാണ് നിലവിൽ ഇവർക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശം. അതിനുശേഷം ഈ കണ്ടെയ്നർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ആളുകളെ ഈ ഒരു തീരത്തേക്ക് അടുപ്പിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ ഈ ഒരു എണ്ണപ്പാടം നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ തന്നെ ഈ ഒരു തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നിലവിൽ ക്രെയിൻ ഉപയോഗിച്ച് നീക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആതിര. ശരി വിസ്മയ, അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. 10 കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത്. ജനവാസ മേഖലയ്ക്കടുത്താണ് കണ്ടെയ്നർ അടിഞ്ഞത്. സമീപത്തെ വീടുകളിലുള്ളവരോട് ബന്ധു വീടുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പ്രദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത്. വിദഗ്ധ സംഘം പരിശോധന നടത്തുകയാണ്.